നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 304th day. Today 75th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 304 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 75ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 4ാം അധ്യായത്തിലെ 75ാമത്തെ ശ്ലോകം. ന ചേന്ദ്രസ്യ സുഖം കിഞ്ചിൻ ന സുഖം ചക്രവർത്തിന, സുഖമസ്തി വിരക്തസ്യ മുനീരേകാന്തജീവിന. ന ചേന്ദ്രസ്യ സുഖം കിഞ്ചിൻ ന സുഖം ചക്രവർത്തിന, സുഖമസ്തി വിരക്തസ്യ മുനീരേകാന്തജീവിന. ഓം തത്സത്. ആത്മദേവൻ തുടർന്ന് അച്ഛനോട് പറയുകയാണ്, ഇന്ദ്രനും മഹാചക്രവർത്തിമാർക്കും പോലും അല്പം പോലും സുഖമില്ല. പിന്നെ ആർക്ക് സുഖമുണ്ടെന്ന് വെച്ചാൽ ഈ ലോകത്ത് വിരക്തി വന്നിട്ടുള്ള മുനിമാർക്ക് മാത്രമാണ്, സന്യാസിമാർക്ക് മാത്രമാണ് ആത്മസുഖം ഉള്ളത്. എപ്പോഴും നമുക്ക് ആഗ്രഹങ്ങളും പ്രവൃത്തി ചെയ്യുവാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ സുഖം ഉണ്ടായിരിക്കുകയില്ല. ബന്ധനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സുഖം ഉണ്ടാവുകയില്ല. ബന്ധങ്ങളുണ്ടെങ്കിലും ബന്ധനങ്ങളില്ലാതിരിക്കുന്നത്, ആഗ്രഹങ്ങളില്ലാതിരുന്നാൽ മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂ. ഈ ലോകത്തോട് വിരക്തിയായി സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ആ പരമമായ സുഖം ലഭിക്കുകയുള്ളൂ. ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രന് പോലും സുഖമില്ല. എന്തെന്നാൽ ദേവേന്ദ്രന് എപ്പോഴും ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങളുള്ളവർക്ക് ഒരിക്കലും പരമമായ സുഖം, ഒരാഗ്രഹം നിവർത്തിച്ച് കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം, പിന്നീട് വേറൊരു ആഗ്രഹം, ഇങ്ങനെ ആഗ്രഹങ്ങൾക്ക് അന്ത്യമേ ഉണ്ടാവുകയില്ല. ആഗ്രഹ നിവൃത്തി വന്നവർക്ക് മാത്രമേ പരമമായ സുഖം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ആത്മദേവൻ്റെ പശുവിലുണ്ടായ പുത്രനായ ഗോകർണൻ ഉപദേശിക്കുന്നത്. പരമമായ സുഖം മുനിമാർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇന്ദ്രനും ചക്രവർത്തിമാർക്കും പോലും ലഭിക്കുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഈ സാധാരണ മനുഷ്യന്മാർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ന ചേന്ദ്രസ്യ സുഖം കിഞ്ചിൻ. കിഞ്ചിൻ അല്പം പോലും, ഇന്ദ്രനു പോലും അല്പം സുഖം ലഭിക്കും. ന സുഖം ചക്രവർത്തിന, സുഖമസ്തി വിരക്തസ്യ മുനീരേകാന്തജീവിന. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സൗഖ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.